പാകിസ്ഥാൻ മാനവ വികസന സൂചികയിൽ ലോകത്തെ 193 രാജ്യങ്ങളുടെ പട്ടികയിൽ 164 സ്ഥാനം. ആഗോള പട്ടിണി സൂചികയിൽ 127 രാജ്യങ്ങളുടെ പട്ടികയിൽ 109 സ്ഥാനത്ത്. ജനസംഖ്യയുടെ 4/1 ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ. ആഗോള സന്തോഷ സൂചികയിൽ 143 രാജ്യങ്ങളിൽ 108 സ്ഥാനത്ത്. എന്തുകൊണ്ടാണ് 25 കോടിയോളം വരുന്ന സ്വന്തം ജനതയുടെ അഭിലാഷങ്ങളെ തെല്ലും സബലീകരിക്കാനാകാതെ പരാജയപ്പെട്ടൊരു രാജ്യമായി പാകിസ്ഥാൻ മാറിയത്? ഒന്നാമത്തെ കാരണം ശക്തവും സ്ഥിരതയുള്ളതുമായ ഒരു ഭരണകൂടം ഒരു കാലത്തും പാകിസ്ഥാൻ ഉണ്ടായിരുന്നില്ല എന്നതാണ്. 1947 2 ജനാധിപത്യ രാഷ്ട്രങ്ങളായി ഇന്ത്യയും പാകിസ്ഥാനും ഇരുവഴി പിരിഞ്ഞു. ഇന്ത്യ ജനാധിപത്യത്തെ ഉത്സവമായി കൊണ്ടാടി. പാകിസ്ഥാനിലാകട്ടെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകൾ പോലും ആടിയുലഞ്ഞുകൊണ്ടിരുന്നു. 17 പ്രധാനമന്ത്രിമാരുണ്ടായി പാകിസ്ഥാന്. പക്ഷേ ആ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു പ്രധാനമന്ത്രിയും കാലാവധി പൂർത്തിയാക്കിയിട്ടില്ല. അങ്ങനെ രാഷ്ട്രീയ അസ്ഥിരതയുടെ മരുപ്പറമ്പായി മാറിയ പാകിസ്ഥാനിൽ 3 പതിറ്റാണ്ട് കാലം അധികാരം കൈയാളിയത് 3 പട്ടാള ജനറൽമാരാണ്. ഒരു ജനാധിപത്യ രാജ്യത്തെ കെട്ടുറപ്പുള്ളതാക്കി നിലനിർത്തുന്നത് ആ രാജ്യത്തിന്റെ ഭരണഘടനയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് 1 വർഷം മുൻപേ അതിനുള്ള പണിപ്പുരയിലായിരുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം കേവലം 3 വർഷങ്ങൾ പിന്നിട്ടപ്പോഴേക്കും സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും പൂർത്തിയാക്കാൻ ഗവൺമെന്റിനെ പ്രാപ്തമാക്കുകയെന്ന മഹത്തായ ധർമ്മവും പേറി നമ്മുടെ ഭരണഘടന രൂപം കൊണ്ടു. പാകിസ്ഥാനിലാകട്ടെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന കൊളോണിയൽ നിയമസംഹിതയെ തങ്ങളുടെ ഇടക്കാല ഭരണഘടനയായി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. 1950 അവരുടെ പ്രഥമ പ്രധാനമന്ത്രി കൊണ്ടുവന്ന ഭരണഘടനയുടെ കരട് രൂപം പാർലമെന്റ് നിരസിച്ചു. 1952 53 കരടുകൾക്കും സമാന അവസ്ഥ തന്നെ നേരിടേണ്ടി വന്നു. സ്വന്തമായൊരു ഭരണഘടനയ്ക്ക് അവർക്ക് 1956 വരെ കാത്തിരിക്കേണ്ടി വന്നു. എന്തായിരിക്കണം ദേശീയ ഭാഷ, എങ്ങനെയായിരിക്കണം സീറ്റ് വിഭജനം, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ എന്തെല്ലാമായിരിക്കണം, ഇസ്ലാമിലെ ഏത് ധാരയായിരിക്കണം ഔദ്യോഗിക മതമായി സ്വീകരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം അവ്യക്തതയും തമ്മിലടിയും തുടർന്നു. പാകിസ്ഥാന്റെ രാഷ്ട്രശില്പി മുഹമ്മദ് അലി ജിന്ന 1948 ആദ്യത്തെ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാൻ 1951 മരണപ്പെട്ടത് പാക് രാഷ്ട്രീയത്തിൽ വലിയ ശൂന്യതയാണ് സൃഷ്ടിച്ചത്. സ്വാതന്ത്ര്യലബ്ധി വരെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന നിലയിലാണ് ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ദക്ഷിണാഫ്രിക്കയിലെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും പ്രവർത്തിച്ചത്. സ്വാതന്ത്ര്യാനന്തരം അവ രാഷ്ട്രീയ പാർട്ടികളായി മാറി തങ്ങളുടെ പുതിയ ദൗത്യം ഏറ്റെടുത്തു. പക്ഷെ പാകിസ്ഥാനിൽ മുസ്ലിം ലീഗിന് അത്തരമൊരു ഉത്തരവാദിത്വം കാര്യക്ഷമമായി നിർവഹിക്കാനായില്ല. ഈ രാഷ്ട്രീയ ദൗർബല്യം മൂലം 1958 ആദ്യമായി പ്രസിഡന്റ് ഇസ്കന്ദർ അലി മിശ്ര പാകിസ്ഥാനിൽ ഭരണഘടന മരവിപ്പിക്കുകയും പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും ചെയ്തു. പട്ടാള മേധാവി ജനറൽ ആയുബ് ഖാൻ പാക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ടു. പിന്നീട് ആയുബ് ഖാൻ അധികാരത്തിലിരുന്ന 11 വർഷക്കാലം പാകിസ്ഥാനിൽ ഒരു തെരഞ്ഞെടുപ്പ് പോലും നടന്നില്ല. പട്ടാളത്തിന്റെ സ്വേച്ഛാധിപത്യമായിരുന്നു അക്കാലം അത്രയും. ഒടുവിൽ ജനതയുടെ അസംതൃപ്തി എല്ലാ പരിധികളും ലംഘിക്കുമെന്ന് ഉറപ്പായപ്പോൾ ആയുബ് ഖാൻ രാജിവെച്ചു. 1970 നടന്ന തെരഞ്ഞെടുപ്പിൽ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ സുൾഫിക്കർ അലി ഭൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും കിഴക്കൻ പാകിസ്ഥാനിൽ അവാമി ലീഗും മേൽക്കൈ നേടി. 160 സീറ്റുകൾ നേടിയ അവാമി ലീഗിന് രാജ്യം ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ചു. പക്ഷേ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നൊരു സർക്കാർ എന്നത് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ രാഷ്ട്രീയക്കാർക്ക് ഉൾക്കൊള്ളാനാകുന്നതേയല്ലായിരുന്നു. ഭൂട്ടോ പട്ടാളത്തെ ഉപയോഗിച്ച കിഴക്കൻ പാകിസ്ഥാനിലെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് തടയിടാൻ ശ്രമിച്ചു. ഇത് ഇന്ത്യൻ ഇടപെടലിനും പിന്നീട് ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യത്തിന്റെ പിറവിക്കും കാരണമായി. 1977 നടന്ന തിരഞ്ഞെടുപ്പും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി അട്ടിമറിച്ചെന്നാരോപിച്ച പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമിട്ടു. സുൾഫിക്കർ അലി ഭൂട്ടോയാകട്ടെ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ വീണ്ടും പട്ടാളത്തിന്റെ സഹായം തേടി. പാകിസ്ഥാൻ ഒരിക്കൽ കൂടി പട്ടാള ഭരണത്തിന് കീഴിലായി. ജനറൽ സിയാഉൽ ഹഖാണ് പിന്നീടുള്ള 11 വർഷം പാകിസ്ഥാനെ അടക്കി ഭരിച്ചത്. 2001 മുതൽ 2008 വരെ പർവേസ് മുഷറഫ് എന്ന മറ്റൊരു പട്ടാള മേധാവി കൂടി പാകിസ്ഥാന്റെ ഭരണത്തലപ്പത്തിരുന്നു. അതായത് പാകിസ്ഥാന്റെ 78 വർഷത്തെ ചരിത്രത്തിൽ 30 വർഷക്കാലവും അവിടം ഭരിച്ചത് പട്ടാളമാണ്. അതിനർത്ഥം ഇതിനിടയിലുള്ള കാലങ്ങളിൽ പട്ടാളം പാക് രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിന്നുവെന്നല്ല. അവരുടെ പാവ സർക്കാരുകളാണ് അക്കാലങ്ങളിലും അധികാരത്തിലിരുന്നത്. ജനാധിപത്യം എന്ന പേരിൽ പട്ടാള അട്ടിമറികളും സ്വേച്ഛാധിപത്യവുമാണ് പാകിസ്ഥാനിൽ നടക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളാകട്ടെ എതിരാളികളെ താഴെയിറക്കാൻ ആ അട്ടിമറികൾക്ക് കൂട്ടുനിൽക്കുകയും കുതികാൽ വെട്ടുകയും ചെയ്യുന്നു. അതിന്റെ എല്ലാ പരിണിത ഫലങ്ങളും ആ ജനത അനുഭവിക്കുന്നുണ്ട്. ഭരണത്തിൽ നേരിട്ട് പങ്കുകൊള്ളില്ലെങ്കിലും എല്ലാ സർക്കാർ തീരുമാനങ്ങളുടെയും അന്തിമ വാക്ക് ഇപ്പോഴും സൈന്യത്തിൻ്റെതാണ്. പാകിസ്ഥാൻ മുസ്ലിം ലീഗും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും രാജ്യം രൂപീകരിക്കപ്പെട്ടപ്പോൾ മുതൽ മാറി മാറി അധികാരത്തിലിരുന്നിട്ടുള്ള പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ. രാജ്യത്തെ സുസ്ഥിരതയിലേക്ക് നയിക്കുന്നതിനേക്കാൾ അഴിമതിക്കായിരുന്നു ഇരു കൂട്ടരും പ്രഥമ പരിഗണന നൽകിയത്. മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ്, മുൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി,
നവാസ് ഷെരീഫിന്റെ മകൾ മരിയം നവാസ്, മുൻ പ്രധാനമന്ത്രി യൂസഫ് റാസ ഗിലാനി തുടങ്ങി തലപ്പൊക്കമുള്ള നേതാക്കളിൽ മിക്കവരും അഴിമതി കേസുകളിൽ കുടുങ്ങുകയോ ജയിൽ ശിക്ഷ അനുഭവിക്കുകയോ ചെയ്തിട്ടുള്ളവരാണ്. ഒടുവിൽ തെഹ്രിക്ക് ഇൻസാഫ് പാർട്ടിയുമായി വന്ന് അധികാരം പിടിച്ച ഇമ്രാൻഖാനും അതുതന്നെ നേരിടേണ്ടി വന്നു. ഏഷ്യയിലെ ഏറ്റവും അധികം പണപ്പെരുപ്പമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. വിലക്കയറ്റത്താൽ ആ നാട്ടിലെ മനുഷ്യർ നട്ടം തിരിയുന്നു. IMF-ൽ നിന്ന് ലഭിച്ച $7 ബില്യൺ കടമുപയോഗിച്ച് പണപ്പെരുപ്പത്തെ നിലവിൽ നേരിയ തോതിലെങ്കിലും പിടിച്ചു നിർത്തുന്നുണ്ട്. പക്ഷേ അതൊരു ശാശ്വത പരിഹാര മാർഗമല്ല. എന്തിനും ഏതിനും വിദേശ രാജ്യങ്ങളെയും സ്ഥാപനങ്ങളെയും ആശ്രയിക്കുന്നത് ആശാവഹമായ ഭാവിയല്ല അവർക്ക് സമ്മാനിക്കുന്നത്. 2024 ഡിസംബറിലെ കണക്കുകൾ പ്രകാരം പാകിസ്ഥാന്റെ വിദേശകടം $131 ബില്യൺ. 2024 GDP ആകട്ടെ $374 ബില്യൺ. അതായത് ആകെ GDP-യുടെ 35%-ലധികം വിദേശകടം. ഇന്ത്യയുടെ കാര്യത്തിൽ ഇത് 19% മാത്രമാണ്. ചൈന, സൗദി അറേബ്യ, ലോകബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, IMF എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും കോടിക്കണക്കിന് ഡോളറാണ് പാകിസ്ഥാൻ കടമെടുത്തിരിക്കുന്നത്. പാകിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് എക്കണോമിക്സിന്റെ വൈസ് ചാൻസലർ നദീം ഉൽ ഹഖ് പറയുന്നത് ഭരണ നേതൃത്വത്തിന്റെ പിടിപ്പുകേട് പാകിസ്ഥാന്റെ ഈ വലിയ കടക്കണിക്ക് കാരണമായിട്ടുണ്ടെന്നാണ്. രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിനുതകുന്ന പദ്ധതികളും ആശയങ്ങളും വികസിപ്പിക്കാതെ ദൈനംദിന കാര്യങ്ങൾക്ക് പോലും കടം വാങ്ങുന്ന നിലയിലേക്ക് പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. ഭീമമായ പണം കടം വാങ്ങിയിട്ടുണ്ടാക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഒരു ഘട്ടത്തിലും രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സഹായകരമാകില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു. പാക് സമ്പദ് വ്യവസ്ഥ ഇപ്പോഴും ഏതാണ്ട് പൂർണ്ണമായും ആശ്രയിച്ചിരിക്കുന്നത് കാർഷിക മേഖലയെയാണ്. കൂടുതൽ വളർച്ചയും തൊഴിലവസരങ്ങളും ലാഭവും ലഭിക്കുന്ന വ്യവസായ സേവന മേഖലകളിൽ ആ രാജ്യത്തിന് ഇന്നും കാര്യമായി ഒന്നും ചെയ്യാനാവുന്നില്ല. ഉള്ള വ്യവസായങ്ങളാകട്ടെ താരതമ്യേന കുറച്ച് ലാഭം നേടിത്തരുന്ന ടെക്സ്റ്റൈൽ രംഗത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നു. വ്യാപാര ബന്ധങ്ങളുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. 2024 കണക്കുകൾ പ്രകാരം പാകിസ്ഥാന്റെ കയറ്റുമതി $39 ബില്യൺ. ഇറക്കുമതിയാകട്ടെ $63 ബില്യൺ. വ്യാപാര കമ്മി $24 ബില്യൺ എന്ന ഭീമമായ സംഖ്യയിലെത്തി നിൽക്കുന്നു. തുണിത്തരങ്ങൾ, അരി, ലെതർ തുടങ്ങി താരതമ്യേന ലാഭം കുറഞ്ഞ വസ്തുക്കളാണ് പാകിസ്ഥാനിൽ നിന്ന് കയറ്റുമതി ചെയ്യപ്പെടുന്നത്. തിരിച്ചാകട്ടെ പെട്രോളിയം, ഓർഗാനിക് കെമിക്കൽസ്, ഇരുമ്പ്, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, വാഹനങ്ങൾ തുടങ്ങിയ ചിലവേറിയ ഉൽപ്പന്നങ്ങളും. വ്യാപാര കമ്മി ഇങ്ങനെ ഉയർന്ന തോതിൽ തുടരുമ്പോൾ ആ വിടവ് നികത്താൻ സർക്കാരിന് കൂടുതൽ വിദേശ നാണ്യം കണ്ടെത്തേണ്ടതായി വരും. ഫലത്തിൽ ഇത് പ്രാദേശിക കറൻസിയുടെ മൂല്യം ഇടിക്കുകയും ചെയ്യും. രാജ്യത്തിനുള്ളിലെ രാഷ്ട്രീയ അസ്ഥിരതയും സുരക്ഷാ പ്രശ്നങ്ങളും തീവ്രവാദ സാന്നിധ്യവും വിദേശ നിക്ഷേപകരെ അവിടെ നിന്ന് അകറ്റി നിർത്തുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതും കള്ളപ്പണ ഇടപാടുകൾ തടയുമെന്നുള്ള ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് 3 തവണയാണ് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. രാജ്യത്തിന്റെ വികസനത്തെ പിന്നോട്ടടിക്കും വിധം പരിതാപകരമാണ് പാകിസ്ഥാനിലെ വിദ്യാഭ്യാസ മേഖല. 2023 കണക്കുകൾ പ്രകാരം സാക്ഷരതാ നിരക്ക് വെറും 58%. സ്ത്രീ സാക്ഷരതയാകട്ടെ 47%. 5-നും 16-നും ഇടയിൽ പ്രായമുള്ള 2.3 കോടിയിലധികം കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല. ആകെ GDP-യുടെ വെറും 1.87% മാത്രമാണ് വിദ്യാഭ്യാസത്തിനായി ചെലവിടുന്നത്. ഇതിനെല്ലാം ഒപ്പമാണ് ആവർത്തിച്ചു വരുന്ന പ്രകൃതിക്ഷോഭങ്ങൾ. 2022 പ്രളയത്തിൽ മാത്രം $30 ബില്യൺ നഷ്ടമാണ് ഉണ്ടായത്. 90 ലക്ഷം ആളുകൾ പട്ടിണിയിലായി. 20 ലക്ഷം വീടുകളും 13,000 കിലോമീറ്റർ നീളത്തിൽ റോഡുകളും 439 പാലങ്ങളും തകർന്നു. കാർഷിക മേഖലയും വലിയ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തി. ഇങ്ങനെ വിട്ടൊഴിയാത്ത പ്രതിസന്ധികൾക്കിടയിലും പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്ന ഒരേയൊരു വിഷയമേ ഉള്ളൂ. അത് ഇന്ത്യയെ നിരന്തരം അസ്വസ്ഥപ്പെടുത്തുക എന്നതാണ്. ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ അദ്ദേഹത്തിന്റെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ലോകത്തെവിടെയും ഒരു ആധുനിക രാഷ്ട്രത്തിന്റെ പിറവിയുടെ ഘട്ടത്തിൽ അവയുടെ രാഷ്ട്രീയ നേതൃത്വം സ്വന്തം ജനതയെ അഭിസംബോധന ചെയ്യാൻ 2 മാർഗങ്ങളാണ് പൊതുവെ സ്വീകരിക്കാറുള്ളത്. അതിലൊന്നാമത്തേത് പ്രത്യാശയുടെ മാർഗം. സാമ്പത്തിക സമൃദ്ധിയും സമാധാനവും ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും ഭൂപരിഷ്കരണവുമെല്ലാം അതിൽ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി നിറഞ്ഞു നിൽക്കും. രണ്ടാമത്തേതാകട്ടെ ജനതയുടെ ഭയത്തെ അഭിസംബോധന ചെയ്യലാണ്. തങ്ങളുടെ ചരിത്ര ശത്രുക്കളാൽ പരാജിതരാക്കപ്പെടുമെന്ന ബോധം ജനതയിൽ കുത്തിനിറയ്ക്കലാണത്. ഇതിൽ നെഹ്റുവും കോൺഗ്രസും തിരഞ്ഞെടുത്തത് പ്രത്യാശയുടെ വഴിയാണ്. മുഹമ്മദ് അലി ജിന്നയും മുസ്ലിം ലീഗുമാകട്ടെ ജനതയെ ഒപ്പം നിർത്തിയത് ഭയത്തെ ആളിക്കത്തിച്ചുകൊണ്ടാണ്. അവിഭജിത ഇന്ത്യയിൽ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളാൽ മുസ്ലിങ്ങൾ അമർച്ച ചെയ്യപ്പെടുമെന്ന് ജിന്ന ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഒടുവിലിപ്പോൾ വിഭജനത്തിന് 8 പതിറ്റാണ്ടുകൾക്ക് ശേഷവും പാക് ജനത ഭീതിയിൽ തന്നെ തുടരുകയാണ്. ഇപ്പോഴവർ നേരിടുന്ന ഭയവും അരക്ഷിതാവസ്ഥയും പക്ഷേ ഇന്ത്യയിൽ നിന്നല്ല, സ്വന്തം രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് തന്നെയാണ്. കൊളോണിയൽ കാലത്ത് നിന്ന് വിടുതൽ നേടിയ ഇന്ത്യയുൾപ്പെടെ പല രാജ്യങ്ങളും ഈ നൂറ്റാണ്ടിൽ വികസന കുതിപ്പിന്റെ പാതയിലാണ്. പാകിസ്ഥാനാകട്ടെ വിഭജനകാലത്ത് അഭയാർത്ഥികളുമായി അതിർത്തി കടന്ന പഴയൊരു കൽക്കരി തീവണ്ടി പോലെ കിതച്ച് ആ വികസന കുതിപ്പുകളുടെ ഓരം പറ്റി ഇഴയുകയാണ്.